ജമ്മുവിൽ അവിടെ നഗ്രോത്തിനടുത്ത് ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ ആക്രമണം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് പിന്നിൽ ആരാണ് എന്നത് അറിയില്ല. അത് ഭീകരാക്രമണമാണോ എന്നൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആക്രമിക്കായി ആ മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു. നഗ്രോത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് എന്താണ്, അതിന് പിന്നിൽ ആരാണ്, എന്താണ് ആക്രമണ ഉദ്ദേശം എന്ന കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അജീഷ് ജയകുമാർ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി എത്തിയിട്ടുണ്ട്. അജീഷ്, ഇന്നിപ്പോൾ നമ്മൾ ഈ വെടിനിർത്തൽ ധാരണ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനമുണ്ടായത്. അങ്ങനെ ഈ സൈനിക കേന്ദ്രങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് ഡ്രോണുകൾ വന്നു എന്ന വാർത്ത ആദ്യം വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചിനാർ മേഖലയിലുള്ള ചിനാറിലെ ഈ സൈനിക ആസ്ഥാനത്തിന് നേരെ ഒരു ഡ്രോൺ പറന്നു വന്നു എന്നുള്ളതാണ്. അത് നിർവീര്യമാക്കുകയും ചെയ്തു. പക്ഷേ നഗ്രോത്തിൽ ഈ സൈനിക കേന്ദ്രത്തിനടുത്തായി ഒരു ആക്രമണമുണ്ടായി, അവിടെ ആക്രമിക്കായി തിരച്ചിൽ നടത്തുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് സൈന്യം. നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ എന്താണ്? പ്രജിൻ, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ജമ്മുവിലെ നഗ്രോത്തയിൽ അവിടുത്തെ സൈനിക കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളൊരു വിവരം പുറത്തു വന്നത്. പക്ഷെ പിന്നീട് അത് സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ദേശീയ വാർത്താ ഏജൻസി തന്നെ അതിന്റെ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചുകൊണ്ട് വീണ്ടും ഒരു വാർത്ത ഇറക്കിയിരുന്നു. അവിടെ ഒരു ആക്രമണം ഉണ്ടായി. ഇപ്പോൾ സൈന്യം തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് നഗ്രോത്തയിലെ അവിടുത്തെ മിലിറ്ററി സ്റ്റേഷനിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു ആൾ വെടി ഉതിർത്തിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്, ഒരു സൈനികന് അതിൽ പരിക്കേറ്റിട്ടുമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ ആക്രമിച്ച ആൾക്ക് വേണ്ടി ഒരു അന്വേഷണം, ഒരു തെരച്ചിൽ നടക്കുന്നതായും മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ആർമിയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ആർമിയുടെ വൈറ്റ് നൈറ്റ് കോർപ്സ് ആണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയിട്ടുള്ളത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു നഗ്രോത്തയിലെ മിലിറ്ററി സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ആണ് നടന്നത് അവിടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തീവ്രവാദി ആക്രമണമാണ് നടന്നതെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഒരു തീവ്രവാദി ആക്രമണം തന്നെയാണോ ഇതെന്നുള്ളത് കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സംശയിക്കുന്ന ഒരാൾ വെടിവെച്ചിട്ടുണ്ട്. അതിൽ ഒരു സൈനികനെ, അവിടെ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സൈനികനെ പരിക്കേറ്റിട്ടുമുണ്ട്. ഇയാളെ കൂടാതെ ഈ വെടിവെച്ച ആൾക്ക് വേണ്ടി അവിടെ സേനയുടെ തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ആരാണ് ഈ വെടിവെച്ചെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ ഇൻട്രൂഡറിന് വേണ്ടി അവിടെ ഇപ്പോഴും പരിശോധന നടക്കുന്നു എന്നാണ് സേന സ്ഥിരീകരിക്കുന്നത്. പ്രജിൻ, യെസ്, നഗ്രോട്ടയിലാണ് ഇപ്പോൾ ആ രീതിയിലൊരു ആക്രമണം ഉണ്ടായത്. അതിൽ അക്രമി ആരാണെന്ന് കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. ഒരു ജവാന് നിസ്സാരമായ പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.